ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയായ പപ്പടച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പപ്പടച്ചോറുണ്ടെങ്കിൽ ഒരു കറിയുടെയും ആവശ്യമില്ല. നിങ്ങളിത് ഒരു ദിവസം ഉണ്ടാക്കി കഴിച്ചാൽ ഇത്രയും നാൾ ഇങ്ങനെ ഉണ്ടാക്കിയില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. അത്ര ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ഞാൻ 20 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 2ആയി കട്ട് ചെയ്ത 5 വെളുത്തുള്ളി അല്ലിയും ചേർത്ത് ഒന്ന് കറക്കിയെടുക്കാം. കല്ലിൽ ചതച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇതുപോലെയാണ് ചതച്ചെടുക്കേണ്ടത്. ഇനി ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് ഒന്ന് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ചതച്ചെടുത്ത ഉള്ളിയും മുളകും അതിലേക്ക് ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കാം. ഈ സമയം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വഴറ്റിയെടുക്കേണ്ടത്. ഉള്ളിയുടെ കളറൊക്കെ മാറി തുടങ്ങുന്ന സമയത്ത് 1/4 സ്പൂൺ ജീരകം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഉള്ളിയുടെ വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായി വഴണ്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ ക്രഷ് ചെയ്ത മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് പൊടികളുടെ പച്ചച്ചുവ മാറുന്നതുവരെ മൂപ്പിച്ചെടുക്കുക. മസാല പൊടികൾ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം മൂപ്പിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഈ സമയം നമുക്ക് നന്നായി പഴുത്ത ഒരു ടൊമാറ്റോ ഇതുപോലെ കട്ട് ചെയ്ത് ഒരു ജാറിലിട്ട് വെള്ളം ചേർക്കാതെ ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചച്ചുവയൊക്കെ മാറി ഉള്ളി നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോയുടെ പച്ചച്ചുവയൊക്കെ മാറി വെള്ളം വലിഞ്ഞു വരുന്നതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഈ സമയം ഞാൻ 4 പൊരിച്ച പപ്പടം എടുത്തിട്ടുണ്ട്. നന്നായി ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് പൊടിച്ചെടുക്കുക. പപ്പടം എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ടൊമാറ്റോയുടെ വെള്ളം നന്നായി വലിഞ്ഞിട്ടുണ്ട്. ടൊമാറ്റോയും ഉള്ളി നന്നായി വഴണ്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്താണ് പൊടിച്ചെടുത്ത പപ്പടം ചേർക്കേണ്ടത്. പപ്പടം ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് 1 മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കി കൊടുക്കുക. പപ്പടം നന്നായി മിക്സായിട്ടുണ്ട്. ഞാൻ 1 ബൗൾ നിറയെ ചോറ് എടുത്തിട്ടുണ്ട്. ഏതരിയുടെ ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറിട്ടതിന് ശേഷം ഉടൻ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ പപ്പടച്ചോറ് റെഡിയായി കഴിഞ്ഞു. പപ്പടച്ചോറ് കഴിക്കാൻ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്ര ടേസ്റ്റിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കുട്ടികൾക്കിത് ലഞ്ചിന് സ്കൂളിൽ കൊടുത്തു വിടാം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതാണ്. അതുവരെ ഗുഡ് ബൈ.